സിബ്ലിങ്സ് ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രമുള്ള ഒരു വീട്ടിൽ അവന് ഈ ഷെയറിംഗ് മെന്റാലിറ്റി ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? കുട്ടി പെട്ടെന്ന് ഒരു ദിവസം ഷെയറിങ് തിരിച്ചറിയുവല്ലല്ലോ ചെയ്യുന്നത്. അതെ. കുട്ടി ജനിക്കുമ്പോൾ മുതലേ ഇത് കണ്ടും കേട്ടുമല്ലേ വളരുന്നത്. നമ്മൾ കൊച്ചിനൊരു സാധനം കൊടുക്കുവാണെങ്കിൽ നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ, ഹസ്ബൻഡ്, വൈഫ്, കുട്ടി. ഇല്ല വേണ്ട, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഞാനും കുട്ടിയും മാത്രമേ ഉള്ളൂ എന്ന് തന്നെ വെച്ചു. അങ്ങനെയാണെങ്കിൽ പോലും നമ്മളൊരു ആഹാരസാധനം എടുത്തു വെക്കുമ്പോൾ ഇത് അമ്മയ്ക്ക്, ഇത് കുഞ്ഞിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കാറും കഴിക്കാറുമില്ല. എല്ലാം കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് കുട്ടിയുടെ വിചാരം എല്ലാം എനിക്കുള്ളതാണെന്ന്. അതിന് നമ്മൾക്ക് കൊച്ചിനെ കുഴപ്പം പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. നമ്മൾ അത് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുക. നമ്മൾ തന്നെ ഷെയർ ചെയ്ത്, നമ്മൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത്, ഇത് അമ്മയുടെ ഭാഗമാണ്, ഇത് കുഞ്ഞിൻ്റെ ഭാഗമാണ്, ഇത് അമ്മ കഴിക്കട്ടെ എന്നിട്ട് അമ്മ കഴിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ എൻ്റേതും കൂടെ കൊച്ചു വന്ന് എൻ്റെ മിഠായിയെ പിടിക്കുവാണെങ്കിൽ ഞാൻ ആ മിഠായിയും കൂടെ കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ കുട്ടി മനസ്സിലാക്കും അമ്മയ്ക്ക് മിഠായി വേണ്ട, അങ്ങനെയാണ് അച്ഛന് മിഠായി വേണ്ട, അങ്ങനെയാണ് എൻ്റെ സിബ്ലിങ്ങിന് മിഠായി വേണ്ട. അവരങ്ങ് ചിന്തിക്കുക. അപ്പം എനിക്ക് വേണമെന്ന് വാശി പിടിക്കും. അതേസമയം ഇത് ചേച്ചിക്ക് കൊടുക്കുക, ആദ്യമേ കൊടുപ്പിക്കണം. ചേച്ചിക്ക് കൊടുക്കുക, ഇത് അച്ഛന് കൊടുക്കുക, ഇത് അമ്മയ്ക്ക് തായോ, എന്നിട്ട് ഇത് കുഞ്ഞെടുത്തോ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. പിന്നെ ചില കുട്ടികൾ എന്നാലും വാശി പിടിക്കും. അപ്പോൾ നമുക്ക് കർശനമായിട്ട് നോ എന്ന് പറയാൻ പറ്റണം. ഇത് അമ്മയുടെയാണ്, ഇത് അമ്മയ്ക്ക് കഴിക്കണം, അത് അച്ഛൻ്റെയാണ്, അത് അച്ഛന് കഴിക്കണം. ഇത്തിരി നേരെ കുട്ടി സങ്കടപ്പെടുകയുള്ളൂ. അത് കഴിയുമ്പോൾ കൊച്ചിന് മനസ്സിലാവും ശരിയാണ്, അവർക്കും കഴിക്കണമെന്ന്. അങ്ങനെ ഷെയറിങ് പഠിച്ചോളൂ.